നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിലെ 43-ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ 43-ാമത്തെ ശ്ലോകത്തിൽ കുണ്ഡലിനി പ്രാണൻ സുഷുമ്നാനാഡി വഴി ആധാരചക്രങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു യോഗിക്ക് ആശ്ചര്യകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സാധകന് പല തരത്തിലുള്ള അനുഭവങ്ങളും അന്തർമണ്ഡലത്തിൽ ഉണ്ടാവും എന്നാണ്. ഈ പ്രാണൻ ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിലെത്തുന്നതോടെ മധുരമധുരങ്ങളായ പല നാദങ്ങളും യോഗിക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ അത്ഭുതാനുഭവത്തിനായി തൻ്റെ മനസ്സ് അത്യന്തം കൊതിക്കുന്നു എന്നാണ് 43-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. അതായത് താൻ ഈ ഏകീഭാവത്തിന് വേണ്ടി തൻ്റെ മനസ്സ് അത്യധികം കൊതിക്കുന്നു എന്നാണ് പറയുന്നത്. ആ അത്ഭുതമായ ദർശന വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നതിന് കൊതിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കാര്യമാണ് 43-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ വെളിവാക്കുന്നത്. 43-ാമത്തെ ശ്ലോകം നോക്കാം. ഡക്കാമൃദംഗ തുടി താളങ്ങൾ പോലെയുടനോർക്കാമിതന്നിലയിലെന്നേടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാന ബന്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമ. ഡക്കാമൃദംഗ തുടിതാളങ്ങൾ പോലെയുടനോർക്കാമിതന്നിലയിലെന്നേടമോർത്ത് നിൽക്കുന്നതില്ല മനം ആളാനബന്ധകരി തീൻ കണ്ട പോലെ എന്നാണ് പറയുന്നത്. ഇവിടെ അന്നിലയിൽ എന്ന് പറഞ്ഞാൽ കുണ്ഡലിനി പ്രാണൻ ഷഡാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഡക്കാമൃദംഗ തുടിതാളങ്ങൾ പോലെ, പെരുമ്പറം, മൃദംഗം, കടുംതുടി മുതലായ വാദ്യങ്ങൾ പോലെ വാദ്യവിശേഷങ്ങളുടെ മധുരധ്വനികൾക്ക് തുല്യമായ ശബ്ദങ്ങൾ കേൾക്കാമെന്നാണ്. ഉടൻ ഓർക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ ഉടനെ കേൾക്കാനിട വരുമെന്നാണ്. എന്നേടമോർത്ത് എന്ന് പറഞ്ഞാൽ യോഗശാസ്ത്ര പ്രസിദ്ധമായ ഇക്കാര്യം വിചാരിച്ചിട്ട് മമ മനം, എൻ്റെ മനസ്സ് ആളാനബന്ധകരി എന്നാണ്. കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന, അതാണ് ആളാനബന്ധകരി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആന തീൻ കണ്ട പോലെ, അകലെയായി ഭക്ഷണ സാധനം കണ്ടാലെന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന ഭക്ഷണം പദാർത്ഥം കണ്ടതുപോലെ എൻ്റെ മനസ്സ് ഇങ്ങനെ ആകാംക്ഷാഭരിതമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ്. കുണ്ഡലിനി പ്രാണൻ ഷഡാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പെരുമ്പറ, മൃദംഗം, കടുംതുടി മുതലായ വാദ്യവിശേഷങ്ങളുടെ മധുരനാദങ്ങൾക്ക് തുല്യമായ ശബ്ദങ്ങൾ കേൾക്കാനിടവരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഈ യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യം വിചാരിച്ച് എൻ്റെ മനസ്സ് കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ഒരു ആന അകലെയായി ഭക്ഷണ സാധനം കണ്ടാൽ എന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരിനാരായണന് നമസ്കാരം എന്നാണ്. ഇത് അനാഹത നാദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ധ്യാനയോഗാഭ്യാസം ദൃഢപ്പെട്ട് കുണ്ഡലിനി പ്രാണൻ ഉണർന്ന് സുഷുമ്നാനാഡിയിൽ പ്രവേശിക്കുന്നതോടെ യോഗിക്ക് ഉള്ളിൽ തേജോമയങ്ങളായ വിവിധ രൂപങ്ങൾ കാണുവാനും മധുരമധുരമായ വിവിധ നാദങ്ങൾ കേൾക്കാനും ഇടവരും. പ്രാണൻ ഹൃദയസ്ഥാനത്തുള്ള അനാഹതം എന്ന ആധാരചക്രത്തിൽ എത്തുമ്പോൾ ഈ നാദങ്ങൾ ദീർഘതരങ്ങളും അതുപോലെ സ്പഷ്ടതരങ്ങളുമായി ഭവിക്കും എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. എവിടെ നിന്ന് മുഴങ്ങുന്നു, എവിടെ നിന്നത് മുഴങ്ങുന്നു എന്നറിയാൻ കഴിയാതെ മുഴങ്ങുന്നവയായതുകൊണ്ട്, കേൾക്കുന്നവയായതുകൊണ്ട് യോഗികൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ, ഇങ്ങനെയുള്ള നാദങ്ങളെ അനാഹത നാദങ്ങൾ എന്നാണ് വിളിക്കുക. ഈ അനാഹതം എന്നാൽ മുഴക്കപ്പെടാത്തത് എന്നാണ് അർത്ഥം വരിക. മണിനാദം, പെരുമ്പറനാദം, ശംഖനാദം, വേണുനാദം, അങ്ങനെ വീണാനാദം, ഇങ്ങനെ പലതരത്തിലുള്ള അനാഹതനാദങ്ങൾ യോഗികൾക്ക് ഈ ധ്യാനാവസ്ഥയിൽ കേൾക്കാൻ കഴിയും എന്നാണ്, അങ്ങനെ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ശ്രീശങ്കര ഭഗവത്പാദരുടെ ദക്ഷിണാമൂർത്തി സ്തവത്തിന്റെ വ്യാഖ്യാന രൂപത്തിൽ രചിച്ചിട്ടുള്ള കാരികയിൽ ശങ്കര ശിഷ്യനായ സുരേശ്വരാചാര്യൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് പ്രാണേ സുഷുമ്നാം സംപ്രാപ്തേ നാദോ അന്തഃ ശ്രൂയതേഷ്ടഥ ഗണ്ഡാദുന്ദുബി ശംഖാബ്ധി വീണാവേണ്വാദി താളവത്ത് എന്നാണ്. അതായത് പ്രാണൻ സുഷുമ്നാ നാഡിയിൽ പ്രവേശിച്ചാൽ
യോഗിയുടെ ഉള്ളിൽ 8 വിധം നാദങ്ങൾ കേൾക്കുന്നു എന്നാണ്. ഇത് യോഗികൾക്കുള്ള അനുഭവ തലത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധനയുടെ അങ്ങേയറ്റത്ത് എത്തിച്ചേരുന്ന സമയത്ത് സാധകൻ അനുഭവിക്കുന്ന അനുഭൂതി വിശേഷങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് ആത്മീയതയുടെ അത്യുന്നതമായ ഒരു തലമാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മണിനാദം, പെരുമ്പറനാദം, ശംഖനാദം, അതുപോലെ തന്നെ സമുദ്രഘോഷം, തിരയടിക്കുന്ന നാദം, അതുപോലെ വീണാനാദം, മുരളീനാദം, വേണുനാദം മുതലായവയൊക്കെ കേൾക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ യോഗികൾ ഇങ്ങനെയുള്ള ഭേരീനാദം, മൃദംഗനാദം, ശംഖനാദം മുതലായവയിൽ അവരുടെ മനസ്സ് ലയിച്ച് ആനന്ദിക്കുന്നു എന്നാണ്. മധുരമധുരങ്ങളായ അനാഹതനാദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദം എന്ന് പറയുന്നത് അവർണ്ണനീയമാണ്, വാക്കുകളാൽ വിശേഷിപ്പിക്കുവാൻ സാധിക്കാത്തതാണ്. അപ്പോൾ ലോകവിഷയങ്ങളിൽ നിബന്ധമായി ചഞ്ചലമായിരിക്കുന്ന മനസ്സിന് ഇത് സാധിക്കുകയില്ല. അതേസമയം വിഷയബന്ധമായ മനസ്സിനെയാണ് ഇവിടെ കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആനയോട് ആചാര്യൻ ഉപമിച്ചിരിക്കുന്നത്. ഈ കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന, അകലെ കാണുന്ന ഭക്ഷണമാണ് അനാഹതനാദമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സ് അതിൽ നിന്ന്, ഈ തളച്ചിടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അത് പൊട്ടിച്ച് പുറത്തു കടക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന അകലെ കാണുന്ന ഭക്ഷണത്തിന് കൊതിച്ച് വട്ടം കറങ്ങുന്നത് പോലെ വിഷയനിബന്ധമായ മനസ്സ് അനാഹതനാദാനുഭൂതി പോലുള്ള യോഗാനുഭവങ്ങൾക്കായി വെമ്പൽ കൊള്ളുന്നു എന്നാണ് ഇവിടെ അർത്ഥം താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ആധ്യാത്മികതയുടെ ഏറ്റവും താഴെയുള്ള പടിയിലാണ്. നാമജപം, ക്ഷേത്രാരാധന, അതുപോലെ തന്നെ തീർത്ഥസ്നാനം, അതുപോലെ തീർത്ഥയാത്ര, ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ആധ്യാത്മിക തലം സഞ്ചരിക്കുന്നത്. അതിൽ നിന്നും ഉയർന്ന പടിയായ ഉപാസനയിലേക്കും ധ്യാനത്തിലേക്കും പ്രാണായാമത്തിലേക്കും യോഗയിലേക്കും അതിൻ്റെയൊക്കെ ഓരോരോ തലങ്ങളിലൂടെ ഉയർന്നുയർന്ന് സഞ്ചരിക്കുമ്പോൾ ഈ സാധകന്മാർക്കും യോഗികൾക്കും അനുഭവിക്കാൻ കഴിയുന്ന തലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിഷയസ്ഥന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞാലും അത് അനുഭവതലത്തിൽ എത്തിക്കണമെങ്കിൽ പിന്നെയും ഒരുപാട് ദുർഘടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ സഞ്ചരിക്കേണ്ടതുണ്ട് എങ്കിൽ കൂടിയും അങ്ങനെയുള്ള ഈ പറയുന്ന അനാഹത നാദം കേൾക്കാൻ പറ്റുന്ന അനുഭൂതി തലങ്ങളെ കണ്ടിട്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള വെമ്പലുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കെട്ടുകുറ്റിയിൽ കെട്ടിയ ഒരു ആന അന്നം കണ്ട് അതിൽ നിന്ന് മോചനം നേടി, ഈ കെട്ടിൽ നിന്ന് മോചനം നേടി ആ അന്നം എങ്ങനെ പ്രാപിക്കാമെന്നുള്ള ചിന്തിക്കുന്നത് പോലെ ഈ വിഷയസുഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഈ നമ്മുടെ മനസ്സ് ഈ ധ്യാന യോഗയിലൂടെ മാർഗത്തിലൂടെയൊക്കെയുള്ള ഈ സഞ്ചാരത്തിന്റെ ഉന്നത തലങ്ങളെ കണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൊതിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. ഡക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമിതന്നിലയിലെന്നേടമോർത്തുമമ നിൽക്കുന്നതില്ല മനമാളാന ബന്ധകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമഃ.